ഇജ്ജ് ബാത്റൂമിന് ഇമ്മാരി ലുക്കിൽ കെട്ടിയിട്ട് ഓ ഗായ്സ്. അപ്പൊ ബാഗ് ഇതിന്റെ പേരെന്താ? ഫാരിസോ? ഇത് പാരീസിന്ന് കൊടുന്നതാ. മുട്ടായി തെരുവിലുണ്ട് സ്ട്രീറ്റില്. അപ്പൊ മലമ്പാമ്പിന്റെ ഇത് പെരുമ്പാമ്പിന്റെ എന്തോ പാമ്പിന്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ ഡ്രഡിന്റെ ഈ ബാഗ് പാരീസ്, അതായത് സാക്ഷാൽ ലയണൽ മെസ്സിയും പാരീസ് ആണ്. പാരീസ് നാട്ടിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്? എന്റെ സൽക്കാരത്തിന്. നാലാമത്തല്ലേ ഷാനു? പോയിട്ടുള്ളൂ. എന്റെ പേരേക്ക് ഒന്ന് വന്നേ. നാലിലൊന്ന് ഞാനാണേ. അപ്പം ഇങ്ങോട്ടേക്ക്. അപ്പം പിന്നെ ആരാണ് ചെല്ലാൻ സാധ്യത? ഇൻസ്റ്റാഗ്രാം എടുത്ത No money, no honey. Good boy goes to heaven. Bad boy goes to പോലി. അപ്പൊ എന്തായാലും ഞങ്ങൾ സൽക്കാരത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ പുതിയ 2 കപ്പിൾസ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന പോലെ ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും പുതിയ 2 കപ്പിൾസാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓ എല്ലാവർക്കും അറിയാം ഷാന, ഞാൻ മറച്ചേക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഭരിക്കുന്ന ട്രെൻഡി കപ്പിൾ, അതായത് അച്ചു ആണ് ഈ പുറത്തേക്ക് ബസ്സിലേക്ക് അച്ചു ഈ ലൗച്ചിനെ ഇപ്പൊ എല്ലാ കമന്റിന്റെ അടിയിലും പൂക്കി പൂക്കി ചമക്കാര് വിഷയം കേട്ടോ. ഇപ്പോഴെവിടെ നിന്ന് വന്നു? നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നോ? എന്റെ മരുന്ന് ഇടുന്നാ? എവിടക്ക്? എവിടുന്ന്? ഓനെടുത്തോ? സമയത്ത് ഞാൻ ഇത് വായിച്ച ഇത് പറഞ്ഞ എന്തൊക്കെയാണ്? എങ്ങനെയുണ്ട് പെർഫ്യൂം? സെറ്റല്ലേ? വായിച്ചിത് ബെഷല്ല പാമ്പൊന്നല്ല. എങ്ങനെ പിന്നെ ബലൊക്കെ പേടി വന്ന് ബലൊക്കെ പേടിയായി വ്ളോഗിൽ വരുന്നത്. എനിക്കെന്ത് ഒരു സ്റ്റേജ് കയറിയിട്ട് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. അതൊരു വിനയത്തിന്റെ ഭാഷയിൽ പറയണല്ലേ. അവിടെ നല്ല ഡയലോഗ് ഉണ്ടെങ്കിൽക്കാട്ടും നല്ലത് എന്താണ് ചേട്ടാ കോട്ടവെള്ളം നിങ്ങളുണ്ടായിനാ? കുടം കലക്കി അച്ചു സവാഡികാപ്. തായ്ലൻഡ് സ്പെഷ്യൽ സവാഡികാപ്. അപ്പം ബഹുമാനപ്പെട്ട അർഷപാത്തു ചെയ്തതാണ്. അർഷപാത്തുവിനെ എനിക്ക് ഭയങ്കര കാര്യം, അതായത് ആ ഒരു കാര്യം, അതായത് ക്യാമറയിൽ കണ്ടോട്ടെ. അപ്പം ആകെ ഒരു കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഒരു മരുന്ന് ഇവിടെ കിട്ടാത്ത മരുന്ന് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചു. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ട് നമ്മുടെ എടപ്പാൾ പോയി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു പാത്തു ആ മരുന്നൊന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് എടുത്തിട്ട് എനിക്കൊന്ന് കോഴിക്കോട് എത്തിച്ചാൽ. അപ്പം എന്നോട് പറഞ്ഞു എന്തായാലും കോഴിക്കോട് എത്താൻ പറഞ്ഞു. കോഴിക്കോട് നിന്ന് ഓളം ചെയ്തു. പൊന്നാനിന്ന് മരുന്ന് കോഴിക്കോട് എത്തിച്ചു. എന്നിട്ട് പൊന്നാനിക്ക് തിരിച്ചു പോണ ഒരാളെ ബാഗിൽ അത് ഇട്ടെടുത്തു. ഇപ്പം ആ മരുന്ന് എവിടെ പോയി? പൊന്നാനിക്ക് തന്നെ പോയി.
അതായത് എന്നോടുള്ള ചോദ്യം എന്താ വെച്ചാല്, അതായത് ഈ ഒരു മെഴുകുതിരി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? എന്തിന് ഈ മെഴുകുതിരി ഇങ്ങോട്ട് നിക്ക്. ഞാൻ മറ്റേ ഇവിടെ സ്കൂളിൽ നിലമ്പൂർ സ്കൂളിൽ ഫിസിക്സിന്റെ മാസ്റ്റർ ആയിരുന്നല്ലോ, ഇത് പഠിച്ചു വരാൻ. എന്നിട്ട് നിൽക്ക്. അതായത് ഈ മെഴുകുതിരി സാധാ പോലെ പുറത്ത് വെക്കാം. എന്തിന് ഇത്രയും വലിയൊരു ജാറിൽ ഈ മെഴുകുതിരി ഇങ്ങനെ വെക്കാനുള്ള റീസൺ എന്താവും? വാട്ട് ഈസ് ദ സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഒരു റീസൺ ഉണ്ട്. വെള്ളത്തിലാണെങ്കിൽ മെഴുക് ഉരുകൂല. അല്ല, വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഡെയിലി ഇവൻറ്റ്സ് ഉണ്ടാവും. എല്ലായിടത്തേക്കും പോയാണ്ട് ഇത്രയും വലിയ തീ കാര്യം. അതായത് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, മെഴുക് ഉരുകൂല, വളരെ ലൈറ്റായിട്ട് ഉരുകുള്ളൂ. ഈ ഒരു ദിവസം പെരയിൽ കറണ്ട് പോകുമ്പോൾ വെള്ളത്തിൽ മെഴുകുതിരി കത്തിച്ചു നോക്കണം, പുറത്ത് കത്തിച്ചു നോക്കണം, ഏതാ ഫസ്റ്റ് ഉരുകണം നോക്കുന്നു. ദാറ്റ് ഈസ് എ സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്. സ്റ്റൈലാക്കി വെച്ചല്ലേ അതൊന്നല്ല സംഭവം. മനസ്സിലായോ? ഇത് പറഞ്ഞാൽ ആര് വരേണ്ടി വന്നു? വന്നില്ലേ? അന്ന് വിശ്വസിച്ചു. സത്യം. ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളല്ല, നമ്മളൊന്നും പറഞ്ഞ വിശ്വാസം. ഒരു കാലത്ത് എന്ത് പറഞ്ഞ വിശ്വസിക്കും. ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഒന്നും വിശ്വസിക്കില്ല. ബുദ്ധല്ലേ എവിടെയാ പോയതുണ്ട്? എങ്ങനെ പോകണം ജീവിതം? കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? എത്ര കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് എങ്ങനെ പോകുന്നു? ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഇല്ല, റൂമില്ല. ഹലോ. എങ്ങനെ പോകുന്നു ലൈഫ്? സന്തോഷകരമായി പോകുന്നു. ഇപ്പൊ നിങ്ങൾ കാർ എടുത്തതിന് ശേഷം പുതിയാപ്പളി മുതൽ ഇരുന്നോട്ടെ, എന്നിട്ട് ഞങ്ങൾ കപ്പിൾസ് ഇരിക്കട്ടെ. ചൂടാറും കേട്ടോ കപ്പിള് കൂടുതൽ സ്ഥലം. എത്ര ഇപ്പൊ കാർ എടുത്തിട്ട് ഏകദേശം എത്ര ദൂരം വരെ പോയി? മാക്സിമം 9,000 കിലോമീറ്റർ. ഇവിടെ അത് കേട്ടോ ജി, ഹർഷാബാദ് വണ്ടി എടുത്തിട്ട് 1 മാസം 1.5 മാസം ആവുന്നു. ഇല്ല 5 മാസമായി. എത്ര ഓടിക്കണം വണ്ടി? 5, 6, 7. എത്രയായി? ഞാൻ കയറ്റി പറഞ്ഞു. എത്രയായി? 9,000 കിലോമീറ്റർ ആയി. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. മാത്രല്ലേ എല്ലായിടത്തും പോകും. അവിടെ കപ്പിൾസിന് ഫോട്ടോ എടുക്കുക. അപ്പൊ നിങ്ങൾ കപ്പിൾ ഷൂട്ടാണ് നടക്കണേ. 1 ഓണാവതൊക്കെ ഫുള്ള് കളത്തരങ്ങളും പൊളിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് ലൈവായിട്ട് പൊളിഞ്ഞു. മകനാണോ കൂടെ ഉള്ളത്? മക്കളെയും കൂട്ടി സൽക്കാരത്തിന് വന്ന് ഷാന് മാതൃകയായി. മക്കളല്ല ഓൻ്റെ ലെന്നിനാണ്. അല്ല ഓൻ്റെ പെണ്ണുങ്ങൾ തന്നെയാ. ഇഞ്ച പെണ്ണുങ്ങളെ. കൊടവെള്ളം മഞ്ഞ ചെമ്മീൻ കറി.
എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു, കാരണം ഞാനാണല്ലോ സെറ്റ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് എല്ലാ ഫുഡും എനിക്ക് ഒരു പ്രസന്റ് ചെയ്തതൊക്കെ നല്ല ഇഷ്ടമായി. അതല്ല പാത്ത് പറയുന്ന ബ്രെഡ് പറഞ്ഞു അല്ലേ ചെമ്മീൻ കറി ഞാൻ കഴിച്ചിട്ടില്ല അത്. എന്താ കഴിച്ചത്? ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. നല്ല തേങ്ങ കുത്തിട്ടെ ഗാർലിക്കിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങനെ കിട്ടേണ്ടി വരും. ടേസ്റ്റ് ഉണ്ടായിരുന്നു.